നമസ്കാരം. BBC-യുടെ വർത്തമാനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് വർത്തമാനം പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് തൊടുപുഴ സേവേഴ്സ് ഹോമിലെ ഫാദർ മാത്യു ജെ കുന്നത്താണ്. അച്ഛ, വർത്തമാനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സേവേഴ്സ് ഹോം എന്നുള്ളത് ഇന്ന് തൊടുപുഴക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. എങ്കിലും ഫാദർ മാത്യു ജെ കുന്നത്ത് അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അച്ഛന്റെ ജനനം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ ജനിച്ചത് 1938 ജൂൺ 28 ചെറുപ്പത്തില് അമ്മ വീട്ടിലാണ് ജനിച്ചത്, ആരപ്പുഴ നടുക്കര. എൻ്റെ ഫാദറിന്റെ വീട് വാഴക്കുളത്തായിരുന്നു, മഞ്ഞള്ളൂര്. കുടുംബത്തിലെ 7 മക്കളില് രണ്ടാമത്തെ ആളാണ് ഞാൻ. മൂത്തയാള് പെങ്ങളാണ്, മരിച്ചുപോയി ഏതാനും വർഷങ്ങൾക്ക് മുൻപ്. സ്കൂൾ പഠനമൊക്കെ എവിടെയാണെന്ന് പറയാൻ പറ്റും? സ്കൂളില് ആരംഭത്തില് ഏഴല്ലൂരും, പിന്നീട് കുമാരമംഗലത്തും 1 വർഷം, അതിനുശേഷം മുതലക്കുളത്തും, ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോതമംഗലത്തും. പൗരോഹിത്യത്തിലേക്ക് തിരിയാനുണ്ടായ ആ സാഹചര്യം എന്ന് പറയാൻ പറ്റും? ചെറുപ്പത്തില് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാദറിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ലോവ ധരിച്ചിരിക്കുന്നതായിട്ട് പറയുകയും എനിക്ക് അച്ഛനാകണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കോതമംഗലം രൂപതയിലെ ഒരു വൈദികനായിട്ട് തുടക്കം എവിടെയായിരുന്നു എന്ന് പറയാം? ആരംഭത്തില് ഞാൻ ആലുവ സെമിനാരിലാണ് പഠിച്ചത്. ആദ്യം എറണാകുളം മൈനർ സെമിനാരിലാണ് 1 വർഷം പഠിച്ചത്. ആ അവസരത്തിലാണ് കോതമംഗലം രൂപത ഉണ്ടാകുന്നത്. അതിനുശേഷം സെക്കൻഡ് ഇയർ മൈനർ സെമിനാരി മൂവാറ്റുപുഴ കോളേജിന്റെ ഹോസ്റ്റലിലായിരുന്നു. അതിനുശേഷം കാർമൽഗിരി, ആലുവ സെമിനാരിയിലെ കാർമൽഗിരിയിലായിരുന്നു. പിന്നീട് ഫിലോസഫി കഴിഞ്ഞതിന് ശേഷം 4 വർഷക്കാലം മംഗലപ്പള്ളി. പള്ളി വികാരി എന്ന രീതിയിൽ ആ ചുമതലയേറ്റ അതിന് തുടക്കം എവിടെയാണെന്നതിനെ പറ്റി, സഹവികാരിയായിട്ട് ആദ്യം ഞാൻ 4 വർഷക്കാലം മേനാച്ചേരി അച്ഛന്റെ കുർബാനയ്ക്ക് കൂടിയിരുന്നു. എൻ്റെ ഓർഡിനേഷന് മുൻപായിട്ട് ആദ്യത്തെ ബിഷപ്പായ പോത്തനമഴി പിതാവിനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മാത്യുവിനെ അസിസ്റ്റന്റായിട്ട് ലഭിക്കണമെന്ന്. പക്ഷെ അരമനയിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു നവവൈദികൻ വന്നിട്ട് 18-19 വയസ്സുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവിടെ തന്നെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഷപ്സ് ഹൗസില് ഒരു ജോലി തന്നു, അസിസ്റ്റന്റ് പ്രൊപ്പറേറ്റർ. വാസ്തവത്തില് അസിസ്റ്റന്റ് പ്രൊപ്പറേറ്റർ എന്നുള്ള ജോലി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് കാര്യമായ ജോലിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 3 ദിവസം അരമനയിലും 3 ദിവസം ധർമ്മഗിരിയിലും ഞായറാഴ്ച ദിവസങ്ങളിൽ മറ്റേതെങ്കിലും സ്റ്റേഷനുകളിലൊക്കെ പോയിരുന്നു. അതിനുശേഷം 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പണിയുമില്ല. ആകപ്പാടെയുള്ള ജോലി ഈ കുർബാന കണക്കെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രൊപ്പറേറ്റർസിനോട് പറഞ്ഞു, ഈ ജോലി ചെയ്യാൻ ഓർഡിനേഷൻ ആവശ്യമില്ല, ഏതൊരു ക്ലർക്കിനും ചെയ്യാവുന്ന ജോലിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പോർട്ട്ഫോളിയോ നൽകിയാൽ ഞാനത് നിർവഹിക്കാം എന്ന് പറഞ്ഞു. താമസിയാതെ എന്നെ കോതമംഗലം രൂപതയുടെ സോഷ്യൽ വർക്ക് ഏൽപ്പിച്ചു തന്നു. അങ്ങനെ അതുവരെ പ്രൊപ്പറേറ്ററാണ് ചെയ്തിരുന്നത്. പക്ഷേ ആ പോർട്ട്ഫോളിയോ എന്നെ ഏൽപ്പിച്ചു തന്നു. അത് ഏതാണ്ട് 3 വർഷക്കാലം ഞാൻ നിർവഹിക്കുന്ന അവസരത്തിൽ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി, ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാംഗ്ലൂര്. അതിന് മുൻപായിട്ട് ഞാൻ മനില യൂണിവേഴ്സിറ്റിയിൽ, അന്ന് അമേരിക്കക്കാരുടെ കീഴിലായിരുന്നു ഫിലിപ്പീൻസ്, അവിടെ ഒരു സ്കോളർഷിപ്പ് എനിക്ക് ഓഫർ ചെയ്തു. അതിന് പ്രാഥമികമായിട്ട് സോഷ്യൽ വർക്കിൽ അതിന് പ്രാഥമികമായിട്ട് ഒരു 3 മാസത്തെ കോഴ്സ് നടത്തണമെന്ന് പറഞ്ഞു അവരാവശ്യപ്പെട്ടു. അവർ കത്തെഴുതി എനിക്ക് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകി. പക്ഷേ അതിനുശേഷം അപ്പോൾ ഞാൻ അഞ്ചരിപ്പണിയിലായിരുന്നു.
അഞ്ചിരിപ്പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. അഞ്ചിരിപ്പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചതുകൊണ്ട് ആളുകൾ എൻ്റെ അടുക്ക പറഞ്ഞു, അച്ചോച്ചൻ പോകരുത് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കി പിറ്റേ വർഷം ആകാമെന്ന് വിചാരിച്ച് ഞാൻ എഴുതി മനില യൂണിവേഴ്സിറ്റിക്ക്. അവർ സമ്മതിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നും ഫിലിപ്പീൻസിന് സ്വാതന്ത്ര്യം ലഭിച്ചു. അത് കാരണം ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 3 വർഷക്കാലം അരമനയിലും ഹർമേലിലുമായിട്ട് കഴിഞ്ഞുകൂടി. തുടർന്ന് ഞാൻ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ കലയന്താനിപ്പള്ളിയിലെ അസിസ്റ്റൻ്റായിട്ടും 6 മാസക്കാലം ജോലി ചെയ്തു. അപ്പോഴാണ് അഞ്ചിരിപ്പള്ളിയിലേക്ക് എന്നെ സ്ഥലം മാറ്റിയത്. അഞ്ചിരിപ്പള്ളിയിലെ വികാരിയായിട്ട് അവിടെ 7 വർഷക്കാലം ഉണ്ടായിരുന്നു. മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ. അവിടുത്തെ ആദ്യ വികാരിയാണ്. തുടങ്ങിയത് പ്രസ്തുത സ്റ്റേഷൻ ആരംഭിച്ചത് നെടുങ്ങാട്ടച്ചനാണ്. അപ്പൊ അത് കഴിഞ്ഞ് അഞ്ചിരിയിൽ നിന്ന് പിന്നെ അടുത്ത സ്ഥലം? അഞ്ചിരിയിൽ നിന്ന് ഞാൻ പാറപ്പുഴയ്ക്കാണ് പോയത്. 1968 മുതൽ 75 വരെ 7 വർഷക്കാലം അഞ്ചിരിപ്പള്ളിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പാറപ്പുഴയ്ക്ക് പോയി. പിന്നീടുള്ള പാറപ്പുഴ 6 വർഷക്കാലം. പാറപ്പുഴ 6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വെട്ടിമുറ്റത്തിനാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പാറപ്പുഴ ഇരുന്ന അവസരത്തിൽ ഞാൻ അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ അനുവാദം ചോദിച്ചിരുന്നു 2 വർഷത്തേക്ക്. പിതാവ് അനുവദിച്ചു. പുന്നക്കുട്ടി പിതാവ് അനുവദിച്ചു. പക്ഷേ എനിക്ക് വീസ കിട്ടിയില്ല. വീസ കിട്ടാത്തത് കൊണ്ട് എവിടെയെങ്കിലും പുറത്തേക്ക് പോവുകയാണെന്നുള്ള വാർത്ത പരന്നു. അതുകൊണ്ട് ഞാൻ ജർമ്മനിക്ക് പോയി. ജർമ്മനിയിൽ 1.5 വർഷക്കാലം ഉണ്ടായിരുന്നു. ജർമ്മനിക്ക് അന്ന് വീസ ആവശ്യമില്ല. അവിടെ ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ മതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പിറ്റേ വർഷം 82 ഞാൻ അമേരിക്കയിൽ പോകട്ടെ എന്ന് ചോദിച്ചു. പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി. ചുരുങ്ങിയ കാലത്തേക്കാണ് പോയത്. പക്ഷേ ഞാൻ പാറപ്പുഴയിരിക്കുമ്പോഴാണ് ജഷയ ഹോമിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചത്. കാരണം 1981 ഇന്റർനാഷണൽ ഇയർ ഫോർ ദ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റായിട്ട് UN പ്രഖ്യാപിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു പ്ലാനുമായിട്ട് ഞാൻ പിതാവിനെ സമീപിച്ചു. പിതാവ് പറഞ്ഞു അത് രൂപതയ്ക്ക് നടത്താൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു ഈ രൂപതയിലുള്ള ഏതാനും അച്ഛന്മാരുമായിട്ടും അർമേനിയരുമായിട്ടും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്തുകൊട്ടെ എന്ന് പറഞ്ഞു. ചെയ്തുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 20 ഏക്കർ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. അതെല്ലാം കടം വാങ്ങിച്ചാണ് കൊടുത്തത്. പക്ഷേ അതിനുശേഷം അമേരിക്കയിൽ പോയിട്ട് ഫണ്ടൊന്നും റേസ് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ നാട്ടിൽ ബാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കി. ആ സാഹചര്യത്തിൽ പ്രശ്നങ്ങളോട് നിൽക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട് കടം വീട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ പിതാവ് ഒരു 3 മാസക്കാലം തന്നു. പക്ഷെ 3 മാസം കൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അതിനുശേഷം ഞാൻ സബാറ്റിക്കലെടുത്ത് അവിടെ അതിനിടയിൽ എനിക്ക് വീസ കിട്ടിയിരുന്നു. പെർമനന്റ് വീസ, ഗ്രീൻ കാർഡ്. ഇപ്പോഴും ഗ്രീൻ കാർഡ് കൊടുക്കുന്നത് നിശ്ചിത വർഷത്തേക്കാണ്. പക്ഷെ എൻ്റെ ഞാൻ എടുക്കുമ്പോൾ ഫോർ ലൈഫായിരുന്നു. അങ്ങനെ കിട്ടി. അവിടെ സബാറ്റിക്കലായിട്ട് 5 വർഷക്കാലം ഞാൻ ജീവിച്ചു. എൻ്റെ ബാധ്യതകളെല്ലാം തീർത്തു. അത് കഴിഞ്ഞാണ് തിരിച്ചു വീണ്ടും തൊടുപുഴയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ പല കിംവദന്തികളും എന്നെ കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങി. അത് കാരണം 2 വർഷക്കാലമെങ്കിലും അമേരിക്കയിലെ വൈദികനായിട്ട് ജോലി ചെയ്തതിന് ശേഷം വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു 1 വർഷത്തേക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 2 വർഷത്തേക്ക് വേണ്ടി കാത്തിരുന്നു. അവസാനം 2 വർഷത്തേക്ക് പിതാവ് അനുവദിച്ചു. പക്ഷേ അനുവദിച്ചു കഴിഞ്ഞ് അവിടെ പള്ളിയിൽ ചെന്നു. സൗത്ത് ഡക്കോട്ടയിലാണ് ആ സമയത്ത് ഞാൻ ചെല്ലുന്നത്. സൗത്ത് ഡക്കോട്ടയിൽ ചെന്ന് പിതാവിന് വളരെ ഇഷ്ടപ്പെട്ടു. പിതാവ് പറഞ്ഞു 2 വർഷം കഴിയുമ്പോൾ പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 88 ഞാൻ പോകുന്നത്, അവിടെ ചെല്ലുന്നത്. 90 ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. അവിടുത്തെ പിതാവ് പറഞ്ഞു ഇവിടുത്തെ പിതാവിനോട്
അനുവാദം വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ കത്തെഴുതില്ല എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ പോവുകയാണ് അച്ഛൻ്റെ കൂടെ, എനിക്ക് മദർ തെരേസയെ കാണണം, അച്ഛൻ്റെ ബിഷപ്പിനെ കാണണം, ഞാൻ അച്ഛനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഏതായാലും 2 വർഷത്തേക്ക് അവിടെ പോയി 8 വർഷക്കാലം ഞാനവിടെ സേവനം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. ഈ തിരിച്ചു വന്നിട്ടല്ലേ തൊടുപുഴയിൽ സേവിയേഴ്സ് ഹോമിൽ തുടക്കമിടുന്നത്. തിരിച്ചു വന്നതിന് ശേഷം 96 തിരിച്ചു വന്നു. 96 തിരിച്ചു വന്നപ്പം 3 പോത്താനിക്കാട് 3 മാസക്കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം 3 വർഷക്കാലം ചിറ്റൂർ പള്ളിയിലെ വികാരിയായിരുന്നു. ചിറ്റൂർ പള്ളി വികാരിയായിരിക്കുമ്പോഴാണ് 1999 പാവപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനായിട്ട് പരിപാടി തുടങ്ങിയത്. അങ്ങനെയല്ല അന്ന് ഊണച്ചൻ എന്ന പേരൊക്കെ അത് ജില്ലാ ആശുപത്രി വരുന്നവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല അത്. ആര് വന്നാൽ തന്നെ ആദ്യം നാളുകളിലൊക്കെ 20 പേര് കൂടുതൽ വന്നിരുന്നില്ല. പക്ഷേ പിന്നീടൊക്കെ ആയപ്പോഴത്തേക്ക് 80, 88, 100 ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ വന്നു. അപ്പോൾ അർഹതയില്ലാത്ത ആളുകളും വെറുതെ ഭക്ഷണം കിട്ടുന്നതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അപ്പോഴേക്കും ഇവിടെ 4-5 പേര് അഗതികളായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു ഇനി ഭക്ഷണമില്ല, അഗതികളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോഴും ആവശ്യതയുള്ളവർ വന്നാൽ ഏത് സമയത്ത് വന്നാലും എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ആ ഊണിൽ നിന്നുമാണ് ഇത് ഡെവലപ്മെന്റ്സ് തുടങ്ങിയത്. മാതൃഭൂമിക്കാരിവിടെ വന്നു. അവര് ഊണച്ചെന്നുള്ള പേരില് വാർത്ത വന്നു. അത് ഫ്രണ്ട് പേജിലാണ് വന്നത്. അത് എല്ലാ എഡീഷനിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കോഴിക്കോട് നിന്ന് ഒരാള് 2000 രൂപ ഊണച്ചൻ തൊടുപുഴ എന്ന് പറഞ്ഞിട്ട് ചെക്ക് അയച്ചു. ചെക്കുമായിട്ട് ഞാൻ ബാങ്കിൽ ചെന്നു. അപ്പോൾ ബാങ്കുകാര് അവിടെ ജോലിക്കാര് ഊണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇന്നാണെങ്കിൽ സാധിക്കില്ല, അന്ന് ചെക്ക് മാറി കൈയുടെ ഒരു കാഴ്ച വന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ ഈ അന്തേവാസികളെ താമസിപ്പിക്കുന്ന അത് എണ്ണമൊക്കെ കൂടിയില്ല, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ആദ്യം വന്നത് ഒരു പെൺകുട്ടിയും യുവതിയും 2 പിള്ളേരുമായിട്ടാണ് വന്നത്. അവര് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 2 പ്രാവശ്യം ആത്മഹത്യക്ക് തയ്യാറായതാണ്. 2ഉം പരാജയപ്പെട്ടു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ആ ഒരു സ്വീകരണം ലഭിച്ചില്ല എങ്കിൽ അവര് തൊടുപുഴയാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അവരുടെ അവശത കണ്ടുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഗർഭിണിയായ ഒരു സ്ത്രീ വന്നു, അവരുടെ 3 പിള്ളേരും വന്നു. ആ രീതിയിൽ ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ഇപ്പം സ്റ്റാഫ് ഉൾപ്പെടെ 50 പേരുണ്ട്. തലേനാട് ഗേൾസ് ഹോം ഉണ്ട്. അന്ന് ഗേൾസ് ഹോം, ബോയ്സ് ഹോം എല്ലാം ഇവിടെ തന്നെയാണ്. അതിനുശേഷമാണ് ബോയ്സ് ഹോമും ഗേൾസ് ഹോമും സെപ്പറേറ്റ് ആകണം എന്നൊക്കെ പറഞ്ഞു ഗവൺമെന്റ് നിയമങ്ങളൊക്കെ വന്നു. അപ്പോൾ ചെലവ് പള്ളിയുടെ അടുക്കല് ഒരാള് ഒരു സ്ഥലം തന്നു, സൗകര്യം തന്നു, കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെ തുടങ്ങി. അത് പിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഉപേക്ഷിച്ച് യമന്തേശത്ത് വാടക കൊടുത്തില്ല, പക്ഷെ ഒരു വാടക ചീട്ട് എഴുതിയായിരുന്നു. ഒരിക്കലും ഒരു പൈസയും കൊടുത്തിട്ടില്ല. അവിടെ താമസിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ തലേനാട് ഒരേക്കർ 43 സെന്റ് സ്ഥലം 83 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച് അവിടെ. അപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ്സിന് സമയമല്ലേ ഇപ്പൊ തലേനാട് പെൺകുട്ടികളുടെ ഹോമിന്റെ അതിനെപ്പറ്റി, അതിന്റെ പ്രവർത്തനത്തെ പറ്റി എന്ന് പറയാമോ? അത് ആസ്ബസ്റ്റർ ഷീറ്റ് മേഞ്ഞതായിരുന്നു. ആസ്ബസ്റ്റർ ഷീറ്റ് മേഞ്ഞത് അതിന്റെ പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ ക്യാൻസറിന് കാരണമാകും എന്നുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് താമസിയാതെ തന്നെ സീലിംഗ് ചെയ്തു കഴിഞ്ഞപ്പം സംഗതി വൃത്തിയായി. പക്ഷേ ആ പണികളെല്ലാം വളരെ മോശം പണികളായിരുന്നു. 2 വർഷം മുൻപ് ഫ്ലോർ ടൈലൊക്കെ ഒത്തിരി പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ലീക്കും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ കെട്ടിടം പൊളിച്ചു പണിയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട്
അങ്ങനെ ആഗ്രഹിച്ചിരുന്ന അവസരത്തിൽ തൊടുപുഴക്കാരനൊരാൾ 67,00,000 രൂപ തന്നു. അയാൾ ഇപ്പോൾ 19 വർഷമായിട്ട് അമേരിക്കയിലാണ്. 67,00,000 രൂപ കൊണ്ട് പണി തുടങ്ങി. ഇനി പണി പൂർത്തിയാക്കണമെങ്കിൽ 4,11,00,000 രൂപ എസ്റ്റിമേറ്റ് അനുസരിച്ച് വേണം. പക്ഷേ എസ്റ്റിമേറ്റ് കൊണ്ടൊന്നും തീരില്ല. ചുരുങ്ങിയതൊരു 4,00,00,000 കോടി രൂപയെങ്കിലും വേണ്ടി വരും. അപ്പൊ അതിനിപ്പോ നമ്മള് ഫണ്ട് സമാഹരിക്കാൻ എന്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്? ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പലരെയും സമീപിച്ചു. പക്ഷേ കാര്യമായ പ്രയോജനമില്ല. ഇനി ഏതെങ്കിലും ഏജൻസികളെ സമീപിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു ഏജൻസി 20,00,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ? പെൺകുട്ടികൾ ഇപ്പൊ മാത്രം. എത്ര പേരുണ്ട് അവിടെ? അവിടെ കഴിഞ്ഞ വർഷം 30 പേരുണ്ടായിരുന്നു. 3 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് എന്ന് പറയാൻ കൈവസം ധരിച്ച് ഒരു ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാനോനിക്കലി സിസ്റ്റേഴ്സ് അല്ല. ഞാനൊരു ഹാബിറ്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സാരി ധരിക്കുന്നു. ഇപ്പൊ അവിടെ ഈ പെൺകുട്ടികളുടെ ഈ നിർമ്മാണം നടക്കുന്ന ഹോസ്റ്റൽ പോലെ ഉള്ളതിലേക്ക് ഈ അവിടെ താമസിച്ച് പഠിപ്പിക്കാവുന്ന റിട്ടയർഡ് അധ്യാപികമാരുടെ ഒരു കാര്യം അച്ഛൻ പറഞ്ഞില്ല, അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്കൂൾ വർഷം മുതൽ സിംഗിൾസ് ആയിട്ടുള്ള ലേഡി ടീച്ചേഴ്സിനെ ഹയർ ചെയ്യണം. അത് അടുത്ത കാലത്ത് റിട്ടയർ ചെയ്തവരായിരിക്കണം. അപ്പൊ പെൻഷൻ കിട്ടുമല്ലോ. പെൻഷൻ കിട്ടുന്നവർക്ക് ഒരു പക്ഷേ ആങ്ങളമാരുടെ കൂടെയും നാത്തുമാരുടെ കൂടെയൊക്കെ താമസിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള ബാത്ത് അറ്റാച്ച്ഡ് റൂം, സിംഗിൾ റൂം, പിന്നെ സാമാന്യം കൊള്ളാവുന്ന ഭക്ഷണം, ചെറിയൊരു തുക സ്റ്റൈപ്പൻഡായിട്ട് കൊടുക്കും. അവർക്ക് കൊടുക്കും. ആ രീതിയിൽ അവര് കുട്ടികൾക്ക് ട്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കണം. അതെ. അപ്പം അതിനുള്ള പ്രവർത്തനത്തിന് തുടക്കമായോ? തുടക്കം പലരോടും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ഈ അച്ഛന് ഈ സ്ഥാപനം എല്ലാം തുടങ്ങുമ്പോഴും അത് മദർ തെരേസയെ ഊന്നിയുള്ള ഒരു ഇതാണല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? മദർ തെരേസയെ ഞാൻ 1972 എൻ്റെ റോൾ മോഡലായിട്ട് സ്വീകരിച്ചു. അപ്പോൾ അവരെക്കുറിച്ച് പിന്നെ അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അങ്ങനെ 1990-ലാണല്ലോ സൗത്ത് ഡക്കോട്ടയിൽ നിന്നും ബിഷപ്പൊക്കെ വന്നത്. അപ്പോൾ ബിഷപ്പിന് മദർ തെരേസയെ കാണണമെന്ന് പറഞ്ഞു. ഞാനാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിന് പ്ലെയിൻ ഫെയർ ഒന്നും ചെലവില്ല. അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻസ് ഞാനും തരണിയച്ഛനും കൂടിയാണ് ചെലവ് ചെയ്തത്. അത് ടിക്കറ്റെല്ലാം ഞാനെടുത്തു. ഞങ്ങൾ തരണിയച്ഛൻ മരിച്ചുപോയി. അദ്ദേഹവും ഞാനും കൂടി ഷെയർ ചെയ്തു എക്സ്പെൻസ് എല്ലാം. അപ്പം അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി 3 ദിവസം കൽക്കട്ടയിൽ താമസിച്ചു. ആ 3 ദിവസവും കുർബാന അർപ്പിച്ചു മദർ തെരേസയുടെ ചാപ്പലിൽ. 3 ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം മുഴുവനും മദർ തെരേസ സമീപത്തുണ്ടായിരുന്നു. യാത്ര പറഞ്ഞ് പിരിയുന്ന അവസരത്തിൽ അവര് എൻ്റെ 2 കരങ്ങളും കൂട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ഈ കരങ്ങൾ പാവപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ സഹായിക്കാനുള്ളതാണ്. അച്ഛൻ്റെ ഹൃദയം യേശുവിൻ്റെ നാമത്തിൽ അനേകം പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. ഞാൻ അവരുടെയും കരം ചുംബിച്ചു. ആ 3 ദിവസവും ഞാനാണ് കുർബാന നൽകിയത്. അതിനുശേഷവും ഞാനവിടെ പോയിട്ടുണ്ട്. കൂടാതെ മദർ തെരേസയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യു ലോകത്തിലെ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട കോൺക്രീറ്റ് സ്റ്റാച്യു ആണെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. കാരണം സെപ്റ്റംബർ 5-ാം തീയതിയാണ് മരിച്ചത്. ആ 24 ദിവസങ്ങൾക്ക് ശേഷം ആ സ്റ്റാച്യു മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തൃശ്ശൂർ പോയി ഓർഡർ ചെയ്തു. 2 മാസത്തെ സമയം അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചാർജ് എന്താണെങ്കിൽ തന്നെയും നിങ്ങൾ നിശ്ചയിച്ചു. 2 മാസം തുടർച്ചയായിട്ട് പണിയുന്നില്ലല്ലോ സ്റ്റാച്യുവിന് വേണ്ടിയിട്ട്. 29-ാം തീയതി എനിക്ക് വേണമെന്ന് പറഞ്ഞു. 29-ാം തീയതി 5-ാം തീയതി മരിച്ചു. ആ മാസം 29-ാം തീയതി സ്റ്റാച്യുവിൽ കൊണ്ടുവന്നപ്പോൾ അത് പബ്ലിക്കായിട്ട് വയ്ക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അത് കാരണം മുൻവശത്ത് മതിലുണ്ടായിരുന്നു, ചെടികളുണ്ടായിരുന്നു. മതിൽ പൊളിച്ചില്ല, ചെടികൾ വെട്ടിക്കളഞ്ഞില്ല. ഇവരുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു.
സൺഷെയ്ഡിൻ്റെ കീഴിൽ 4-5 സിമെൻറ്റ് കട്ട വെച്ച് ചെറിയൊരു വീടും ഉണ്ടാക്കി അവിടെ വെച്ചു. റോഡിൽ നിന്ന് പോകുന്നവർക്ക് കാണാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കാനലൈസേഷൻ്റെ പ്രോസസ്സ് വളരെ ഊർജിതമായി വന്നപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കുളമുണ്ടാക്കി. ആ കുളത്തിൻ്റെ അടുക്ക് ഒരു പീഠം തീർത്തു. ആ പീഠം വച്ചിട്ട് മദർ തെരേസയുടെ രൂപം വെച്ചു. അതിനുശേഷം ഒരു കുടയും വറുത്തു. അതിനുശേഷം വാഴ്ത്തപ്പെട്ടവളെന്ന് പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ ഞാൻ ഒരു രൂപക്കൂട് ഉണ്ടാക്കി റോഡ് സൈഡിലായിട്ട് വെച്ചു. ഇപ്പോഴിരിക്കുന്ന രൂപം ആ ഗ്രോട്ടോ കാനലൈസേഷൻ്റെ സമയത്ത് വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ച അവസരത്തിൽ അത് വടക്കേലച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ റോമിലായിരുന്നു ആ അവസരത്തിൽ. കാനലൈസേഷൻ്റെ പരിപാടിക്ക് ഞാൻ റോമിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ അച്ഛന് മദർ തെരേസയുടെ ആ ഒരു പ്രചോദനം അതിൽ നിന്ന് ആണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയത്. അതെ. അപ്പം ഇപ്പം തൊടുപുഴ ഇവിടെ ഈ ഇത് തുടങ്ങാണ്ടായ സാഹചര്യം എന്നാ? ഇവിടെ ആ സമയത്ത് എൻ്റെ മാതാപിതാക്കന്മാര് വാടകയ്ക്ക് താമസിച്ചിരുന്നു. സ്ഥലം വിറ്റ് കാശുകൊണ്ടാണ് ആസാദ് ബുക്ക് സെന്റർ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ആസാദ് ബുക്ക് സെന്റർ ഉണ്ടായിരുന്നു. അച്ഛനാണ് അതിന്റെ തുടക്കം. ആസാദ് ബുക്ക് സെന്റർ അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം. ആസാദ് ബുക്ക് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ബുക്സ് എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ ആസാദ് ആയിരുന്നു. അത് അങ്ങനെ ഒരു ഐഡിയ വരുന്നത് ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എസറ്റ് ലീഗിലെ സെക്രട്ടറി ആയിരുന്നു. എസറ്റ് ലീഗിലെ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ പുസ്തകത്തോടും എനിക്ക് ഒത്തിരി താല്പര്യം തോന്നി. അപ്പോൾ എസറ്റ് ലീഗ് വിപുലീകരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പലതും ആഗ്രഹിച്ചു, പക്ഷെ ഒന്നും സാധിച്ചില്ല. ആ അവസരത്തിലാണ് സെവമൻ പ്ലാൻസ് എന്നുള്ള പേരിൽ ഒരു പുസ്തകത്തിൻ്റെ സൈക്ലോസ്റ്റൈൽ കോപ്പീസ് ഡീക്കൻസ് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ റെക്ടറേഴ്സിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് ആ പുസ്തകം നമുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്തുകൂടാ? ലണ്ടനിലെ ബേൺസ് ആൻഡ് ഓട്സിൻ്റെ പുസ്തകമായിരുന്നു അത്. അപ്പോൾ അന്നേരം റെക്ടറേഴ്സും പറഞ്ഞു അത് അവർ അനുവദിക്കുകയില്ല. ഏതായാലും ഞാൻ അവർക്ക് എഴുതിയപ്പോൾ അവർ $150 ഒരു നോമിനലായിട്ടുള്ള റിമ്യൂണറേഷൻ ആവശ്യപ്പെട്ടു. അന്ന് $1 വില 4.25 രൂപയാണ്. എക്സ്ചേഞ്ച് പ്രൈസ് 4.25 രൂപയാണ്. ഡോളർ വാങ്ങണമെങ്കിൽ 5 രൂപ കൊടുക്കണം. ഞാൻ 750 രൂപ സംഘടിപ്പിച്ച് $150 വാങ്ങിച്ച് ഒരച്ഛൻ്റെ കൈവശം ഞാൻ അച്ഛൻ ലണ്ടനിൽ പോകുന്നുണ്ടായിരുന്നു, കൊടുത്തു വിട്ടു. അനുവാദം വാങ്ങിച്ചു. അനുവാദം തന്നത് അതിൻ്റെ കോപ്പീസ് ഇന്ത്യ, പാകിസ്ഥാൻ, സിലോൺ, ബർമ്മ ഈ രാജ്യങ്ങളിൽ മാത്രമേ വിതരണം ചെയ്യാവൂ എന്നായിരുന്നു വ്യവസ്ഥ. പക്ഷെ എനിക്ക് പാകിസ്ഥാനിലും സിലോണിലും ബർമ്മയിലൊന്നും പുസ്തക വിൽപ്പനയ്ക്ക് ആവശ്യമില്ല. ഇംഗ്ലീഷിലുള്ള കൃതിയായിരുന്നു. അത് ഞാൻ പബ്ലിഷ് ചെയ്തു. കേരളത്തിൽ ഏറ്റവും ആദ്യം പ്രീ പബ്ലിക്കേഷൻ എന്നുള്ള പേര് ഞാനാണ് കൊണ്ടുവന്നത്. ആ അവസരത്തിൽ DC കിഴക്കേ മുറി കറണ്ട് ബുക്സ് ഉണ്ടല്ലോ, DC കിഴക്കേ മുറിയെ ഞാനും തമ്മിൽ അടുത്ത പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ ഈ പരിപാടിയെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം ഈ പ്രീ പബ്ലിക്കേഷൻ ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇപ്പൊ ആസാദ് ബുക്ക് സെന്റർ ആരാ നടത്തുന്നത്? അത് കുടുംബസ്വത്ത് വിറ്റ് തുടങ്ങിയത് കൊണ്ട് ഞാൻ കുടുംബത്തിന് തന്നെ തിരികെ ഏൽപ്പിച്ചു. അമേരിക്കയിൽ പോകുന്ന അവസരത്തിൽ കുടുംബത്തിന് തന്നെ തിരികെ ഏൽപ്പിച്ചു. ഇപ്പോൾ സഹോദരനാണ് പിള്ളേരും. ഇപ്പോൾ സഹോദരന്മാർ പലരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും വീതം വെച്ചാണ് കൊടുത്തിരുന്നത്. ഞാൻ പോകുന്ന അവസരത്തിൽ, അമേരിക്കയിലേക്ക് പോകുന്ന അവസരത്തിൽ 6 കടകളുണ്ടായിരുന്നു. അത് ഓരോരുത്തരായിട്ടൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരെണ്ണം പെങ്ങൾക്ക് കൊടുത്തു, ഇളയ പെങ്ങൾക്ക് മേഴ്സിക്ക് കൊടുത്തു. മേഴ്സി അത് 3 ആക്കി.
മൂന്നെണ്ണത്തില് രണ്ടെണ്ണം അവർക്ക് പ്രായമായി, വയ്യാതായി, ഇനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല, പിള്ളേർക്ക് താല്പര്യമില്ല, ഭർത്താവിനും താല്പര്യമില്ല. ആ അവസ്ഥയിൽ എൻ്റെ മൂന്നാമത്തെ അനിയൻ വാങ്ങിച്ചു. ഇപ്പോൾ എറണാകുളത്ത് കടയുണ്ട്, പുളിമുട്ടി പ്ലാസയിൽ കടയുണ്ട്, മങ്ങാട്ടുകര കടയുണ്ട്. മങ്ങാട്ടുകരയും എറണാകുളത്തുള്ളത് സ്വന്തം കെട്ടിടമാണ്, പണിയിപ്പിച്ചതാണ്. അങ്ങനെ ഇപ്പൊ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിലും പ്രസാധക രംഗത്തും ഒരു തുടക്കം അച്ഛനിലൂടെ ഉണ്ടായി. ഞാൻ 10-30 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേരും അതിന്റെ കോപ്പീസൊന്നും എനിക്ക് അറിയില്ല. ആദ്യം തുടങ്ങിയത് സെനറ്റ് ബുക്സ് ആണ്. ക്രിസ്ത്യൻ എൻലൈറ്റൻമെന്റ് ആക്ടിവിറ്റീസ്. ക്രിസ്ത്യൻ എന്ന് പറയുന്നത് C എടുത്തു, എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് EN എടുത്തു, ആക്ടിവിറ്റീസ് എന്ന് AC എടുത്തു. അങ്ങനെ സെനറ്റ് ബുക്സ്. അത് പിതാവിന്റെ അനുവാദത്തോടുകൂടിയാണ് തുടങ്ങിയത്. പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന അവസരത്തിൽ പഠനത്തിന് ബാംഗ്ലൂരിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഫിലിപ്പീൻസിന് പോകാമെന്നുള്ള മൈല യൂണിവേഴ്സിറ്റിയിൽ പഠനം തുടരാം എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് അത് ആരമണിലേക്ക് മാറ്റി. അത് എൻ്റെ അന്ത്യമായിരുന്നു ആ സെനറ്റ് ബുക്സിന്റെ. അത് കഴിഞ്ഞിട്ടാണ് ആസാദ് തുടങ്ങുന്നത്. തിരികെ വന്ന് 1972 ആസാദ് തുടങ്ങുന്നത്. ആസാദിന്റെ ഫുൾ ഫോം ആക്ഷൻ ഫോർ സോഷ്യോ കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ആൻഡ് ഡെവലപ്മെന്റ്സ്. ആക്ഷൻ എന്നുള്ളതിന് A എടുത്തു, ആക്ഷൻ ഫോർ സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നുള്ളതിന് സോഷ്യോ കൾച്ചറൽ എന്നുള്ളതിന് S എടുത്തു, ആക്ടിവിറ്റീസ് എന്നുള്ളതിന് A എടുത്തു, ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് D എടുത്തു. അതാണ് ആസാദ്. പലരും ചോദിക്കാറുണ്ട് മുസ്ലിം പേര് അച്ഛനിട്ട് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ മുസ്ലിം പേരല്ല, ആക്ഷൻ ഫോർ സോഷ്യോ കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ആൻഡ് ഡെവലപ്മെന്റ്സ്. അതിന് ചുരുക്കമാണ് ആസാദ്. ഇപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ പല മേഖലകളിൽ അച്ഛൻ ജോലി ചെയ്തു, ഇടയ്ക്ക് പ്രതിസന്ധികളെ നേരിട്ടു. സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആഗ്രഹം സെനറ്റ് ബുക്സ് തുടങ്ങിയതിന് ശേഷം, സെനറ്റ് ബുക്സ് ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലത്താണ് തുടങ്ങിയത്. ആര്യസമിതിയുടെ ചരിത്രത്തിൽ ഒരു സ്റ്റുഡന്റ് സ്വന്തം റിസ്കില് ആദ്യമായിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആള് ഞാനാണ്. ഞാൻ 4 പുസ്തകങ്ങൾ, സർമൺ പ്ലാൻസ് 2 കൂടിയും പിന്നെ വേറെ 2 ബാലസാഹിത്യ കൃതികൾ കൂടി ഞാൻ എഴുതിയതല്ല, ഞാൻ പറഞ്ഞ് എഴുതിപ്പിച്ചതാണ്. 2 ബാലസാഹിത്യ കൃതികൾ കൂടി ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെമിനാരിയുടെ ചരിത്രത്തിൽ ഒരു സെമിനാരിക്കാരൻ സ്വന്തം റിസ്കില് 4 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത ആള് ഞാനാണ്. അപ്പൊ ഇപ്പോൾ അച്ഛന് സേവേഴ്സ് ഹോം, അതുപോലെ പെൺകുട്ടികളുടെ ഹോസ്റ്റല്, അതാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അതെ, 8 പെൺകുട്ടികളെ ഞാൻ വിവാഹം കഴിച്ച് അയച്ചു 8 പേരെ. ഇപ്പൊ അവര് മക്കളൊക്കെ ആയിട്ടൊക്കെ കഴിഞ്ഞു കൂടുന്നു. വിവാഹം കഴിച്ച് അയച്ചവരെ 6 പേരെ 7-ാം മാസത്തിലൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പ്രസവം നടത്തി 56 കഴിഞ്ഞപ്പം കൊണ്ടുവിട്ടു. അതില് 8 പേരെ കെട്ടിച്ചു വിട്ടതില് 5 പേരെ ഞാനാണ് പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് അമ്മയെ ഏൽപ്പിച്ചത്. അപ്പം സേവന പാതയിൽ അച്ഛൻ പല വ്യത്യസ്തമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ അച്ഛൻ്റെ ഒരു മനസ്സിലുള്ള ഒരു യഥാർത്ഥത്തിൽ അച്ഛനെ അലട്ടുന്ന ഒരു പ്രശ്നം തലയനാടുള്ള പെൺകുട്ടികളുടെ ഹോമിന്റെ നിർമ്മാണമാണ്. അപ്പൊ ആ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. 67 ലക്ഷം രൂപ കിട്ടി. ഒരു 20 ലക്ഷം രൂപ വേറൊരു ഏജൻസി, ആരെന്ന് ഞാൻ പറയുന്നില്ല, ഏജൻസി ഓഫർ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം കിട്ടും. അയച്ചതായിരുന്നു, പക്ഷേ ചില സാങ്കേതിക തടസ്സം കൊണ്ട് കിട്ടിയില്ല. അപ്പോൾ അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടും. അപ്പൊ ഏതായാലും അത് നിർമ്മാണത്തിനുള്ള തുകകൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഈ തലയനാട് ലേഡീസ് ഹോം അതും ഒരു പൂർണ്ണതയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. 8 സ്ഥാപനങ്ങൾ കൂടി തുടങ്ങണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ രൂപരേഖ
ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴതൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും അടുത്ത ആഴ്ച ഇവിടെ തന്നെ പ്രസ് കോൺഫറൻസ് നടക്കും. അപ്പോഴേക്കും അതിൻ്റെ രൂപരേഖയെല്ലാം ശരിയാക്കി അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ 11 സ്ഥാപനങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫൗണ്ട്ലികോം ഉണ്ട്, സേവിയേഴ്സ് ഹോം ഫോർ ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ ഉണ്ട്, സേവിയേഴ്സ് ഹോം ഫോർ ഗേൾസ് ഉണ്ട്. ഇനി 8 കൂടി തുടങ്ങണം. അതിനുള്ള രൂപരേഖയൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് 86 വയസ്സിൽ. എൻ്റെ ആദ്യ റോൾ മോഡല് എൻ്റെ അമ്മ തന്നെയാണ്. രണ്ടാമത്തെ റോൾ മോഡല് എൻ്റെ ഫാദറാണ്. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനാശീലമൊക്കെ എനിക്ക് അമ്മയിൽ നിന്നാണ് ലഭിച്ചത്. ഫാദറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാദർ കഠിന പ്രയത്നം ചെയ്യുന്നയാളാണ്. ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും പിന്തിരിയില്ല. അത് നടക്കും, നടത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ രണ്ടാമത് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എൻ്റെ ഫാദറാണ് എൻ്റെ റോൾ മോഡല്. മൂന്നാമത്തെ റോൾ മോഡല് ഫാദർ വള്ളമറ്റമാണ്. 3 വർഷക്കാലം ഞാൻ അരമനയിലും ധർമ്മയിലുമായിട്ട് ജോലി ചെയ്ത അവസരത്തിലാണ് ഏതാണ്ട് ഒരു 30-35 പ്രാവശ്യമെങ്കിലും വള്ളമറ്റത്തച്ഛൻ്റെ കൂടെ ഞാൻ തിരുവനന്തപുരത്തിന് പോയിട്ടുണ്ട്. 3 വർഷത്തിനുള്ളിൽ എന്നെ കൂട്ടിന് കൊണ്ടുപോകുന്ന വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് മുൻപ് തന്നെ വള്ളമറ്റത്തച്ഛൻ ആദ്യം ക്യാൻറ്റീനിൽ പഠിച്ചു, പിന്നീട് പൂനെയിൽ പഠിച്ചു. അതിനുശേഷം ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് എറണാകുളം ആർച്ച് ബിഷപ്സ് ഹൗസിൽ വന്നു. ആർച്ച് ബിഷപ്സ് ഹൗസിൽ വന്ന പിറ്റേ ദിവസം കുർബാനയ്ക്ക് കൂടാൻ എന്നെ റെക്ടറച്ചൻ ആവശ്യപ്പെട്ടു. വള്ളമറ്റത്തച്ഛൻ്റെ കുർബാനയ്ക്ക് കൂടി. ഒരു കുർബാന കഴിഞ്ഞ് ഒരു 1-1.5 മിനിറ്റ് സംസാരിച്ച അവസരത്തിൽ ഞാൻ തീരുമാനിച്ചു, അച്ഛനാകുന്നെങ്കിൽ വള്ളമറ്റത്തെ പോലെ ഒരു അച്ഛനാകണം. അതെൻ്റെ ആഗ്രഹമായിരുന്നു. ആ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ചിന്തയായിരിക്കാം എന്നെ ഈ നിലയിലെത്തിക്കാൻ കാരണം. അതിനുശേഷം മദർ തെരേസയ്ക്ക് പലതരത്തിലുള്ള അവാർഡുകൾ കിട്ടി. അവാർഡുകൾ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി മദർ തെരേസയെ പോലെ ഒരാളാകണം എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോന്നത്. കാരണം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം. എനിക്ക് ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു ഫോർ ലൈഫ്. അവിടെ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷേ ഞാൻ അതിന് തയ്യാറായില്ല. 58 വയസ്സിൽ ഞാനിങ്ങോട്ട് പോകുന്നു. 75 വയസ്സ് വരെ അവിടെ ജീവിക്കാൻ എനിക്ക് സാധിക്കും. അവിടെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവസാനത്തെ ഒരു 4 വർഷക്കാലം വളരെ സ്തുത്യർഹമായ സേവനമാണ് ഞാൻ ചെയ്തത്. പല ഗവർണർമാരും എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം പദയാത്രകൾ നടത്തിയിട്ടുണ്ട്. 55 ദിവസം കൊണ്ട് ഞാൻ ഉദ്ദേശം 37,000 കിലോമീറ്റർ തനിയെ വണ്ടി ഓടിച്ച് 48 സ്റ്റേറ്റ് തലസ്ഥാന നഗരങ്ങളും 7 മേജർ സിറ്റീസും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അമേരിക്കക്കാരുടെ കൂടെ 100 പേരൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ കൂടെ പദയാത്ര നടത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് പോണോഗ്രഫി, പ്രൊമോട്ട് ഡീസൻസി, സ്റ്റോപ്പ് കില്ലിംഗ്, പ്രൊമോട്ട് പീസ് എന്നൊക്കെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഞാൻ നടന്നത്. ഏതായാലും 1994 മൊറാലിറ്റി ഇൻ മീഡിയ എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്. അത് പ്രൊട്ടസ്റ്റന്റുകാരും കാത്തലിക്സും ജ്യൂസും കൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പോണോഗ്രഫിക്കെതിരായിട്ട്. ഏതായാലും
1994 അവരെന്നെ മാൻ ഓഫ് ദ മന്ത് ആയിട്ട് തെരഞ്ഞെടുത്തു. 50 വർഷക്കാലത്തെ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ഈ അമേരിക്കക്കാരനല്ലാത്ത ഒരാളെ മാൻ ഓഫ് ദ മന്ത് ആയിട്ട് തെരഞ്ഞെടുത്തത് എന്നെയാണ്. ആ രീതിയിൽ ഞാൻ ഈ സ്റ്റേറ്റുകളെല്ലാം സന്ദർശിച്ച അവസരത്തിൽ പല മേയർമാരും പല ഗവർണർമാരും എന്നെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ താമസിക്കുന്നതിന് ജോലി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ടും. 48 സ്റ്റേറ്റുകളുടെ തലസ്ഥാന നഗരങ്ങളെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഞാൻ സന്ദർശിച്ച വ്യക്തികളുടെ അഡ്രസ് പോലും എനിക്കറിയില്ല, ഫോൺ നമ്പർ പോലും എനിക്കറിയില്ല. ഇന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അന്ന് അതെല്ലാം കളക്ട് ചെയ്തിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതുമാത്രമല്ല ആ അവസരത്തിൽ എൻ്റെ ഫോട്ടോസും ഈ സ്വീകരണങ്ങളെല്ലാം കേരളത്തിലെ പത്രങ്ങൾക്ക് അയച്ചു കൊടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. എങ്ങനെയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫോട്ടോ, നടക്കുന്നൊരു ഫോട്ടോ മനോരമയ്ക്ക് കിട്ടി. മനോരമക്കാരത് താല്പര്യപൂർവ്വം പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഞാനന്ന് പ്രശസ്തനാകണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ചില കാര്യങ്ങൾ ചെയ്തു, അത് ദൈവം എന്നെ ഫലമേൽപ്പിച്ചതാണ് എന്നുള്ള വിചാരത്തിൽ ഞാൻ ചെയ്തു. പക്ഷേ അതെല്ലാം ശേഖരിച്ച് ക്രമീകരിച്ച് വേണ്ടതുപോലെയൊക്കെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് വളരെയേറെ സ്വീകരണം ലഭിച്ചേനെ. ഈ അച്ഛൻ വള്ളമറ്റത്തച്ഛനെ റോൾ മോഡലിന്റെ കാര്യം പറഞ്ഞു. ആ വള്ളമറ്റത്തച്ഛനെ കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ അറിയില്ല. ആ അച്ഛന്റെ പ്രത്യേകതകൾ കൂടി ഒന്ന് പറയാമോ? വള്ളമറ്റത്തച്ഛൻ അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യമായ വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം തീരുമാനിച്ചാൽ അദ്ദേഹം നടത്തിയിരിക്കും. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ SLC വിദ്യാഭ്യാസമാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ചില പിള്ളേരൊക്കെ ബഹളം ഉണ്ടാക്കി. അദ്ദേഹത്തിന് PhD ഉണ്ടായിരുന്നു. PhD ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ PhD കിട്ടാൻ പറ്റുള്ളൂ. സെമിനാരി വിദ്യാഭ്യാസമാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ആ അവസരത്തിൽ അദ്ദേഹം ഏത് വിഷയമാണെന്ന് എനിക്ക് നിശ്ചയമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കോളേജിൽ കോളേജുകളിൽ റാങ്ക് കിട്ടാൻ സാധ്യതയുള്ളത് UC കോളേജ്, ആലുവ UC കോളേജിലെ ഒരു വിദ്യാർത്ഥിക്കാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു മാസക്കാലം ആ വിദ്യാർത്ഥിയുടെ കൂടെ പോയി കമ്പൈൻഡ് ക്ലാസ് നടത്തി. അദ്ദേഹത്തിന് ഏതായാലും സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സാകാൻ സാധിച്ചു. MA. മൂവാറ്റുപുഴ അദ്ദേഹം പ്രിൻസിപ്പളായിരുന്ന അവസരത്തിൽ ഏതാനും കുട്ടികളുടെ പേരിൽ അദ്ദേഹം നടപടിയെടുത്തു. ഏതായാലും അദ്ദേഹത്തെ മർദ്ദിച്ചു. മർദ്ദനം കഴിഞ്ഞ് അദ്ദേഹം അല്പം ശാന്തമായി കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം വളരെ വളരെ മോശമായിരുന്നു. ഏതായാലും അദ്ദേഹം തനിയെ ഡോക്ടറെ കണ്ടു. ഏതോ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പാറപ്പുഴയാണ് താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു, അന്നന്ന് നടന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിള്ളേരോട് ആവശ്യപ്പെട്ടു, മറ്റു ടീച്ചേഴ്സും മുഖേന അപ്പോളജി എഴുതുകയാണ് എങ്കിൽ ഒരു നടപടി ഉണ്ടാവുകയില്ല. പക്ഷേ പിള്ളേർ അപ്പോളജി എഴുതി കൊടുത്തില്ല. അവസാനം 1-2 പിള്ളേരെ നടപടിയെടുത്തു. ആ നടപടിയെടുത്ത അവസരത്തിൽ അദ്ദേഹം ഗവർണറുടെ ഒരു വൈസ് ചാൻസലർ അല്ല, ഗവർണർ, മുഖ്യമന്ത്രി, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ഗവർണറുടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഫോൺ കോൾ കിട്ടി, പിള്ളേരെ തിരിച്ചെടുത്തില്ല എങ്കിൽ അഫിലിയേഷൻ പിൻവലിക്കുന്നു പറഞ്ഞുകൊണ്ട്. ഉന്നത ഉദ്യോഗസ്ഥനാണ്, ഗവർണറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും
അദ്ദേഹം വൈസ് ചാൻസലറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വൈസ് ചാൻസലർ ആയിരിക്കും, ഗവർണറല്ല, വൈസ് ചാൻസലറാ. വൈസ് ചാൻസലർ ഫോൺ വിളിച്ചു, പിള്ളേരെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു കോടതി കാണാമെന്ന് പറഞ്ഞു. ഞാനെടുത്ത തീരുമാനമാണ്, കോടതി കാണാമെന്ന് പറഞ്ഞു. അതിനുശേഷം വൈസ് ചാൻസലർ ഒരു നടപടി എടുത്തില്ല. കേരളത്തില് വൈസ് ചാൻസലറുടെ നിർദ്ദേശം ലംഘിച്ച 2 പേരുണ്ട്. ഒന്ന് മന്മഥൻ സാറ്. മന്മഥൻ സാർ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും ഈ മദ്യപാനത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം എതിരായിട്ടൊക്കെ പ്രത്യേകിച്ച് വന്ന കാലമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും നടന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മന്മഥൻ സാറ് ഒരു കുട്ടിയുടെ പേരിൽ എതിരായിട്ട് നടപടിയെടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു വൈസ് ചാൻസലർ. അദ്ദേഹം പിറ്റേ ദിവസം നേരത്തെ തന്നെ കോളേജിൽ ചെന്നു. കോളേജിൽ നിന്നിട്ട് റെസിഗ്നേഷൻ ലെറ്റർ എഴുതിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, മന്മഥൻ സാറ് എന്നോട് പറഞ്ഞതാണ്, റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് വൈസ് പ്രിൻസിപ്പലിൻ്റെ സ്റ്റാഫ് മീറ്റിംഗ് കൂടി, കോളേജ് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഉള്ളവരെ വെച്ച് ക്ലാസ് മീറ്റിംഗ് കൂടി, എന്നിട്ട് വൈസ് പ്രിൻസിപ്പലിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അയച്ചു. അദ്ദേഹം പോയി തിരിച്ച് പോന്നു. അങ്ങനെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ബെനഫിറ്റും കിട്ടുകയില്ല. അതിൻ്റെ വീട്ടിൽ ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. മൂവാറ്റുപുഴ താമസിച്ചിരുന്നത് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം വൈസ് ചാൻസലറുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത 2 വ്യക്തികൾ, ഒന്ന് മന്മഥൻ സാറ്, ഒന്ന് ഫാദർ വള്ളമറ്റൻ. ഈ രൂപതയുടെ ശില്പി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ഫാദർ വള്ളമറ്റൻ. ഏതായാലും അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം BBC യോടൊപ്പം സമയം പങ്കിട്ടതിന് നന്ദി. സന്തോഷം.